S-Presso ഓണേഴ്സ് ക്ലബ് മലയാളീസ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ വാഹനം S-Presso അതിൽ AC ഫിൽറ്റർ പഴയ മോഡലിലൊന്നും തന്നെ കമ്പനി വെച്ച് വിട്ടിരുന്നില്ല. മാനുഫാക്ചറിങ് ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ നമുക്ക് AC ഫിൽറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. പലരും ഇതറിയാതെ ഫസ്റ്റ് സർവീസിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീടുള്ള സർവീസുകൾക്ക് എപ്പോഴെങ്കിലും പോകുമ്പോഴാണ് സർവീസ് സെൻറ്ററിൽ നിന്നും എയർ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ACയുടെ ക്യാബിൻ എയർ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പലർക്കും കിട്ടാറുള്ളത് S-Pressoൻ്റെ ഫിൽറ്റർ കിട്ടാറില്ല. WagonRൻ്റെ, Ignisൻ്റെ, സ്വിഫ്റ്റിൻ്റെ അങ്ങനെയുള്ള AC എയർ ഫിൽറ്ററുകളാണ് പലപ്പോഴും ലഭിച്ചിരുന്നത്. എനിക്കും WagonRൻ്റെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് അടുത്തൊരു ഫിൽറ്റർ മാറേണ്ട അതിലേക്ക് എത്തി. 1 ഇയർ കഴിഞ്ഞ് ഏതാണ്ട് 18,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ ഫിൽറ്റർ യൂസ് ചെയ്തതിനു ശേഷം. വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ എന്നറിയാവുന്നതുകൊണ്ട് ഞാനിത് ഓൺലൈനിൽ BOODMO സൈറ്റിൽ നിന്നും ഒരു എയർ ഫിൽറ്റർ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുക മുതലായ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. നല്ല പാക്കിങ്ങോടുകൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് AC ഫിൽറ്റർ S-Presso. അതിൻ്റെ പാർട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. MRP 325 രൂപയാണ് നമുക്കിതിന് വരുന്നത്. ഈ എഡ്ജിൽ ചെറിയൊരു ഡാമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. പാക്കിങ്ങിൽ വന്നിട്ടുള്ളൊരു ഡാമേജാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഈ റൈറ്റിൻ്റെ പാർട്ട് നമ്പറൊക്കെ ഒന്ന് നോക്കാം എല്ലാവരും. ഈ പാർട്ട് നമ്പറാണ് S-Pressoന് വരുന്ന AC ഫിൽറ്റർ S-Presso എന്ന് കൃത്യമായിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നോക്കിയിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ വണ്ടിയിൽ. ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഈ ഒരു മാർക്കിങ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആരോ മാർക്കും അപ്പം എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വണ്ടിയിൽ നമ്മൾ എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം നോക്കാം. നമ്മുടെ ഗ്ലൗ ബോക്സ്, ഫ്രണ്ട് സൈഡിലെ പാസഞ്ചർ സീറ്റിനോട് ചേർന്നുള്ള ഗ്ലൗ ബോക്സ് ആണത്. ഇതിൽ നമുക്കിവിടെ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സൈഡും ഇത് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ AC ഫിൽറ്റർ. ഇതിനുള്ളിൽ കൂടെ നമുക്ക് നോക്കി കാണാം, ഫിൽറ്റർ കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സൈഡിൽ ചെറിയൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ നമുക്കിത് ഈ ഒരു പീസ് ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. നിലവിലെ AC ഫിൽറ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന AC ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ എയർ നടക്കും. ഫിൽറ്ററിൻ്റെ വർക്കിംഗ് ശരിക്കും നടക്കില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. നമ്മൾ വേറെ വണ്ടിയുടെ AC ഫിൽറ്റർ ഇടുമ്പോൾ ഉള്ള പ്രശ്നം ഇത് തന്നെയാണ്. നമുക്കത് മാറ്റിയിട്ട് നമ്മൾ പുതിയ എയർ ഫിൽറ്റർ എടുത്തു. അപ്പം എഴുതിയിട്ടുള്ള ഭാഗം വെച്ചിട്ട് നമ്മളിത് അതിലേക്ക് ജസ്റ്റ് കയറ്റി വയ്ക്കുന്നു. നമുക്കവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതെടുത്തു. ഈ എൻഡ് ഇവിടെ ഈ ഗാഡിയിലേക്ക് കയറ്റി വെച്ച് കൊടുത്തു. വെച്ചിട്ട് ചെറിയൊരു പ്രസ്സിങ്, വേറെ ഒന്നുമില്ല. ഫിൽറ്റർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്ലൗ ബോക്സ് തിരിച്ച് നമ്മളിത് വീണ്ടും നേരത്തെ ഉപയോഗിച്ച പോലെ ആ ചെറിയൊരു ഫോഴ്സോട് കൂടെ നമ്മൾ ഗ്ലൗ ബോക്സ് വെച്ചു. ഇവിടെ നമുക്ക് വണ്ടിയുടെ ഫ്യൂസ് ബോക്സ് ഇവിടെയാണ് വരുന്നത്. S-Pressoൻ്റെ ഫ്യൂസ് ബോക്സ് ഇവിടെയാണ് വരുന്നത്. അതും കാണാൻ സാധിക്കും. നമ്മൾ ഡോറടച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ S-Pressoൻ്റെ എയർ ഫിൽറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള പണി. നിലവിലുണ്ടായിരുന്ന ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.